ഉപ്പുതറ സബ്സ്റ്റേഷന്റെ കീഴിൽ വൈദ്യുതി മുടക്കം പതിവാകുന്നു. ടച്ച് വെട്ടിന്റെ പേരിൽ ചില സ്ഥലങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ അറിയിപ്പില്ലാതെയാണ് വൈദ്യുതി മുടങ്ങുന്നത്. സ്ഥിരമായി വൈദ്യുതി മുടക്കുന്നത് ജനജീവിതത്തെ സാരമായി ബാധിക്കുകയാണ്. മാനമൊന്നു കറുത്താൽ ഉപ്പുതറയിൽ വൈദ്യുതി ലഭിക്കാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. വൈദ്യുതി നിത്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയതോടെ ജനജീവിതം വൈദ്യുതി മുടങ്ങുമ്പോൾ ദുസ്സഹമായി മാറും. കുടിവെള്ളം സംഭരിക്കുന്നതടക്കം വൈദ്യുതി ഇല്ലാതെ കഴിയില്ല. തുടരെ വൈദ്യുതി മുടങ്ങുന്നത് യന്ത്ര സാമഗ്രികൾക്ക് കേടുപാട് സംഭവിക്കുന്നതിനും സാധ്യതയേറെയാണ്. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കും വൈദ്യുതി മുടക്കം തിരിച്ചടിയായിരിക്കുകയാണ്. നടപടിയാണ് KSEB അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ബുക്ക് ചെയ്തിട്ട് മാസങ്ങളായിട്ട് ഗ്യാസ് ലഭിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. പല വീടുകളിലും വൈദ്യുതി ഉപകരണങ്ങളാണ് ആഹാരം പാകം ചെയ്യാൻ വരെ ഉപയോഗിക്കുന്നത്. കൂടാതെ രോഗികളായിട്ടുള്ള നിരവധി ആളുകൾ അധിവസിക്കുന്ന മേഖലയാണ്. ഈ പ്രദേശങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നത് ജനങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. വേനൽക്കാലത്താണ് സാധാരണ ടച്ച് വെട്ട് നടത്തേണ്ടത്. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കാലവർഷം ആരംഭിച്ച ശേഷം മാത്രമാണ് ടച്ച് വെട്ട് നടത്തുന്നത്. അതാണ് തുടരെ വൈദ്യുതി മുടങ്ങാനും ഇടയാകുന്നത്. ഒരു മഴക്കാലത്തിൻ്റെ ആരംഭം എവിടെയെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ വൈദ്യുതി കട്ടാകും. അപ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ജോലിക്ക് പോകേണ്ട ആളുകൾ, പണിക്ക് പോകേണ്ട ആൾക്കാർക്ക് എന്തെങ്കിലും ആഹാരങ്ങളും സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴുന്നത് വെളിച്ചം പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് സഞ്ചാരമാകുന്നത്. എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരതിൻ്റെ സമയാസമയങ്ങളിൽ ചെയ്യേണ്ട ജോലികൾ ചെയ്യുന്നത്. വൈദ്യുതി ബില്ലിന് യാതൊരു വിധത്തിലുള്ള മുടക്കില്ല. വൈദ്യുതി ലൈനിന് സമീപം കർഷകർ വെച്ചുപിടിപ്പിച്ച മരങ്ങൾ ലൈനിൽ മുട്ടും മുന്നേ മരങ്ങളുടെ ചില്ലകൾ വെട്ടിനീക്കാൻ കർഷകരും തയ്യാറാവാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. തോട്ടങ്ങളിലൂടെയും വനത്തിലൂടെയുമാണ് 11 kV ലൈൻ സബ് സ്റ്റേഷനിൽ എത്തുന്നത്. ഇവിടെയുള്ള ടച്ചുകൾ വെട്ടിനീക്കാൻ യഥാസമയം വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. അടിയന്തരമായി വൈദ്യുതി മുടക്കത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.